സാർ ഇനി നിങ്ങൾക്ക് എന്താ എന്താണെന്ന്? ഓണം വരികയാണ്. ഓണം വരുന്നതിന് ഞാൻ ഇവിടുന്ന് എണീച്ച് പോണോ? പോണോ? ആ പിന്നെ ഓണത്തിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താന്ന്? ഒലക്ക 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 എന്താണെന്നറിയില്ലേ? അറിയാമോ? അറിയാമോ? അറിയാം. ആ അതാണ് ഓണത്തിനെ പറ്റി എന്റെ അഭിപ്രായം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാറേ, നമുക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ലേ? രാവിലെ ഉടുത്തൊരുങ്ങി പൊട്ടും തൊട്ടിങ് ഇറങ്ങി വന്നോളും. പക്ഷേ ഈ ഓഫീസിനകത്ത് എന്തെല്ലാം ജോലികൾ കിടപ്പുണ്ട്. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഓണാഘോഷത്തിന് ഇറങ്ങി തിരിച്ചിരിക്കണോ? ആണോ? ജോലി ചെയ്യണുണ്ടല്ലോ. എന്ത് ജോലി ചെയ്തു നിങ്ങൾ? എന്താ ചെയ്തതെന്ന്? രാവിലെ മന്ത്ലി റിപ്പോർട്ട് എഴുതിയിട്ട് വന്നു വരുത്തി ഇവിടെ. അപ്പടി തെറ്റ്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഈ ഓഫീസിനകത്ത് ഓണാഘോഷ പരിപാടികൾ നടപ്പില്ല. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞില്ലെന്നുകൊണ്ടാ ഇറങ്ങി പോയി കാണും. ഇയാളുടെ പ്രശ്നം എന്താ? അല്ല, ഞാൻ നമ്മുടെ ഓഫീസിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കണമെന്ന് ചോദിക്കാം. ഓണത്തിന്റെ കാര്യം പറയാൻ തന്നെയാണോ? ആ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറ. അതായത് എല്ലാ ഓഫീസിലൊക്കെ ചെയ്യണ പോലെ തന്നെ പൂക്കള മത്സരം, പിന്നെ നമ്മുടെ സ്റ്റാഫുകൾ തമ്മിലുള്ള ചെറിയ ചെറിയ മത്സരങ്ങള്, പിന്നെ എല്ലാവരുടെയും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു വേദി, കുറച്ചുകൂടി കൊഴുപ്പിക്കുകയാണെങ്കിൽ ഒരു ടൂറും എല്ലാവർക്കും കൂടി പോകാം സാർ. അതെ. എടോ സാർ, നാണം ഉണ്ടോടോ തനിക്ക്? ഈ മീശി മുഖത്ത് വെച്ചോണ്ട് നടക്കാൻ എന്തുമാത്രം ജോലികൾ ഈ ഓഫീസിനകത്തുണ്ട്. അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? കുന്തം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുന്തം ചെയ്യുന്നുണ്ട്. ആദ്യം അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം മതി ആഘോഷം. മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ ജോലി കൃത്യമായി ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നത്. ഇവിടെ അത് നടക്കില്ല. മാന്തം കുന്താണികൾ. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ രണ്ടെണ്ണത്തിന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോട്? ഹലോ, ആരാ? എന്താ പറ. ഞാൻ ജില്ലാ ഓഫീസിനാടോ. ആ സാറേ നമസ്കാരം. എന്താ താൻ കലിയിലാണല്ലോ, ഇപ്പോഴും സ്വഭാവത്തിന് മാറ്റൊന്നുമില്ലേ? ഇല്ല സാറേ, ഇപ്പൊ കുറച്ച് വരുന്നുണ്ട്. അതെ, ഞാൻ വിളിച്ചതേ തനിക്കെതിരെ പണിഷ്മെന്റ് ട്രാൻസ്ഫറിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. അയ്യോ, എന്തിന്? തന്റെ സ്വഭാവ ദൂഷ്യം തന്നെ. എല്ലാവരും കൈക്കൂലി കണ്ടമാനം മേടിക്കുന്നുണ്ട്, എന്നിട്ട് താൻ പേപ്പർ നിൽക്കുന്നുള്ളൂ. പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ആർക്കും കണ്ണെടുത്ത കണ്ടുള്ളൂ. സാറേ എല്ലാം വെറുതെ പറയുന്നതാണ് സാറേ, അസൂയ കൊണ്ട് പറയുന്നതാണ്. പിന്നെ ജോലി ചെയ്യാത്ത സ്റ്റാഫിനോട് ഞാൻ അവര് ഒന്ന് ശകാരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അത് ഇത്തിരി കൂടുതലാ. ഞാൻ ഇപ്പൊ തന്നെ സ്നേഹത്തോടെ വിളിക്കണത്. ഈ ട്രാൻസ്ഫർ ഒഴിവാക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യണം സാറേ? ഓണലൂടെ വരുന്നത് ഒരു ഓണാഘോഷം അങ്ങോട്ട് സംഘടിപ്പിക്കേ, എന്നിട്ട് സ്റ്റാഫുകളുടെ ഇടയിലും ജില്ലാ ഓഫീസിലൊക്കെ ഒരു ഇമേജ് നേടിയെടുത്താൽ ചിലപ്പോൾ ഈ ട്രാൻസ്ഫറിൽ രക്ഷപ്പെടാം. ഞാൻ അങ്ങനെ നോക്കാല്ലേ സാറേ? നോക്കിയാ നല്ലത്. ഇല്ലെങ്കിൽ വല്ല പട്ടിക്കാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കേണ്ടി വരും. എന്നാ പിന്നെ ശരി സാർ.